ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി അറിയിക്കാം. മുത്തശ്ശി, മുത്തശ്ശി, എന്താടാ രാധിക മോള് തിരിച്ചു വന്നോ? ഇല്ല മുത്തശ്ശി. പക്ഷേ അയാൾ ഇനി ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇത് കണ്ടോ? ഇത് ഞാൻ എന്റെ പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയ താലിയാ. അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാനിത് കാണിക്കാൻ ശ്രമിച്ചപ്പോ കാണാതിരുന്ന താലിയാ. അതെനിക്ക് കിട്ടി മുത്തശ്ശി. എവിടുന്ന മോനെ? എന്റെ മുറിയിൽ നിന്ന് തന്നെ കിട്ടിയ. ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ താഴേന്ന്. അപ്പൊ ഇത് സത്യമല്ലേ മുത്തശ്ശി? ഞങ്ങളുടെ ബന്ധം സത്യമല്ലേ മുത്തശ്ശി? ഈ മുത്തശ്ശി പറയുന്ന പോലെ ദൈവം അതിന് കാവലില്ലേ? ഉണ്ട്. ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായല്ലോ. ഇനി ഒട്ടും വൈകണ്ട. ഇപ്പൊ തന്നെ പരമേശ്വരനെയും പത്മിനിയെയും ഇത് കാണിക്കണം. പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അത് വേണ്ട മുത്തശ്ശി. അച്ഛനോടും അമ്മയോടും ഇപ്പൊ പറഞ്ഞ അവരത് ചിലപ്പോ സമ്മതിച്ചു തരണമെന്നില്ല. ഈ താലി കാണിക്കേണ്ടത് അവരെയല്ല, രാധികയുടെ അച്ഛനെ, ദേവനാരായണൻ തിരുമേനിയെ. മുന്നോട്ട് പോകാനുള്ള സൂചന ദൈവം തന്നിട്ടും ഇനി ഞാനത് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരവാ. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം മുത്തശ്ശി. ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടക്കണം. അതെ, ഞാനെന്നാ പോട്ടെ മുത്തശ്ശി. പോയിട്ട് വാ മോനെ. ദൈവം നിന്നെ കാക്കും. ഓക്കെ. അവസാനം രാധിക മോളെ കിട്ടി. എന്റെ ഭഗവാനെ. ഫിദ മാഡം വലിയ സംഭവം കേട്ടോ. എന്തുപറ്റി? ഫിദ മാഡത്തിന് വഞ്ചി തൊഴാനൊക്കെ അറിയാമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മോൾ എന്റെ കൂടെ ഉണ്ടല്ലോ. മോൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും. ഇഷ്ടായോ ഈ യാത്ര? ഒരുപാട് ഇഷ്ടായി. ഞാൻ ചിലപ്പോഴൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നൊക്കെ. സ്വപ്നങ്ങളൊക്കെ നടത്തി തരാനല്ലേ അമ്മ കൂടിയിരിക്കുന്നത്.